ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് എങ്ങോട്ടും എഴുന്നേറ്റ് പോകാതിരിക്കാൻ വേണ്ടി ഓരോ അനിയന്മാരും കാവലിങ്ങനെ നിൽക്കുക. ഒരാൾ ഉറങ്ങി കഴിയുമ്പോൾ ഒരാൾ എണീക്കുന്നു, ഒരാൾ എണീറ്റ് കഴിയുമ്പോൾ ഒരാൾ ഇറങ്ങുന്നു. അങ്ങനെ അവസാനം നമ്മുടെ നികേഷ് ഉറക്കൊഴിഞ്ഞിരിക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊന്നും ഭയങ്കര ഉറക്കമൊന്നും ശരിക്കും പൂർത്തിയായിട്ട് പോലും ഇല്ല. അപ്പോൾ നമ്മുടെ നിധിയാണെങ്കിൽ നികേഷിനെ തന്നെ ഇങ്ങനെ നോക്കിക്കാണ്. എന്താണ് നികേഷേ, നിനക്ക് ഉറക്കം വരുന്നുണ്ടല്ലേ? നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഉറക്കം തൂങ്ങിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അതേ സുഭാഷ് വരിക. സുഭാഷ് നിധിക്ക് ചായ ഏട്ടാ വരുന്നത്, ചായ കൊടുക്കുകയാണ്. സുഭാഷ് ഏട്ടാ എന്ന് പറയാണ്. ഇന്ന് എന്താ സുഭാഷ് ഏട്ടാ കഴിക്കാനുള്ളത്? ദോശ. എന്ന് ഈ ദോശ തന്നെയാണോ? പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എന്താണെങ്കിലും ഞാൻ ഉണ്ടാക്കി തരും എന്ന് പറയാം. എനിക്ക് മസാല ദോശ വേണം. അത്രേ ഉള്ളോ? റെഡി, ഞാനിപ്പോൾ തന്നെ റെഡിയാക്കാമല്ലോ. എനിക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ് ഇപ്പോൾ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായല്ലേ? നീ എനിക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞതൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അയ്യോ സുഭാഷ് ഏട്ടാ, ഞാൻ മാത്രമല്ല, സുധീഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും ഒക്കെ ഉറക്കൊഴിഞ്ഞിങ്ങനെ മാറി മാറി സുഭാഷ് ഏട്ടൻ നോക്കുമായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനുണ്ട്. എനിക്കും ടെൻഷനുണ്ട്. സുഭാഷ് ഏട്ടൻ എവിടെയെങ്കിലും എണീറ്റ് പോകുമോ എന്നുള്ളൊരു പേടിയാ. അതുകൊണ്ട് സുഭാഷ് ഏട്ടാ അങ്ങനെ എല്ലാം ചെയ്തെന്ന് പറയുകയാണ്. ഒന്ന് പോടാ, ഒറ്റ വീക്ക് ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ സുധീഷും ഹരീഷും കൂടി പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ്. നിങ്ങളിത് രാവിലെ എങ്ങോട്ട് പോയായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും മാർക്കറ്റിൽ പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി പോയായിരുന്നു. നിങ്ങളെന്തിനാ പച്ചക്കറി മേടിക്കാനായിട്ട് പോയത്? ഞാൻ പോകില്ലായിരുന്നോ? അയ്യോ, എന്നിട്ട് വേണം ആ വഴി സുഭാഷ് ഏട്ടന് പോകാനായിട്ട് വേറെ എവിടെയെങ്കിലും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒറ്റ അടി ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ ഞാൻ എങ്ങോട്ട് പോകാനാടാ? അയ്യോ സുഭാഷ് ഏട്ടൻ കൂടുതലൊന്നും പറയല്ലേ. സുഭാഷ് ഏട്ടനെ കണ്ണ് തെറ്റിയ ഒളിച്ചോടുന്ന ആളാ. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ഞങ്ങൾക്കില്ല. സുഭാഷ് ഏട്ടാ ഉള്ള പച്ചക്കറികൾ മുഴുവനും മേടിച്ചിട്ടുണ്ട്. ഇനി സുഭാഷ് ഏട്ടന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിക്കോ എന്ന് പറയാം. ശരി, നീയൊക്കെ എനിക്കൊരു പാഠം പഠിപ്പിക്കും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് കയറി പോവാണ്. അപ്പോഴേക്കും നമ്മുടെ നികേഷ് ആണെങ്കിൽ സുഭാഷ് ഏട്ടാ എനിക്ക് ചായ കിട്ടിയില്ല, നിനക്ക് ഞാൻ ചായ തരാം എന്നും പറഞ്ഞുകൊണ്ട് കയറി പോവുക. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അതാ വരുന്നു കുറേ ജ്യോത്സ്യന്മാരൊക്കെ വരിക. അപ്പോൾ നികേഷും അതേപോലെ തന്നെ ഹരീഷും കൂടിയാണ് ഇവരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള ഈ നിധിയും നികേഷും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അതെ സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് പോയതില്ലേ ചിലവരൊക്കെ ഇവിടെ സങ്കടപ്പെട്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കറിയാം, അച്ഛൻ എന്നെ തേടി ഒരുപാട് നടന്നെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അതൊന്നുമല്ല, വേറെ ആരാണെന്ന് പറയാൻ പറ്റുമോ? വേറെ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ അമ്മാവനും അമ്മായിയും. അവര് സുഭാഷ് ഏട്ടനെ കാണാത്തതിൽ ഭയങ്കര സങ്കടപ്പെട്ട് ഇവിടെ വന്നായിരുന്നു. സത്യമാണോ? സത്യം സുഭാഷ് ഏട്ടാ, അവർക്കൊക്കെ ഭയങ്കര സങ്കടമായി. ഉറപ്പായിട്ട് സുഭാഷ് ഏട്ടൻ മടങ്ങി വരും, നിങ്ങളെ കാണാതെ സുഭാഷ് ഏട്ടൻ ഇരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചത്. അവരുടെ ആ ഒരു മാറ്റം കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷമൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ അവർ പറയുമ്പോൾ കുറേ ജ്യോത്സ്യന്മാരും കൂടി കടന്നു വരിക. അച്ഛൻ ഇത് കണ്ട് ആകെ അന്തം വിട്ടിങ്ങ് നോക്കി നിൽക്കുകയാണ്. ഇതെന്താണ് ഇതെന്ന് ചോദിക്കുകയാണ്. സുഭാഷ് ഏട്ടന് ഒരു പ്രശ്നമില്ലാന്ന് നമുക്ക് പറയിപ്പിക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ ആ കസാരയിൽ ഇങ്ങനെ നിരത്തി പിടിച്ചിരുത്തുകയാണ് ഈ സുധീഷും അതേപോലെ തന്നെ ഹരീഷും കൂടി. എന്നിട്ട് ഇവരാരാണ്, എന്താണ്, ഏത് ജ്യോത്സ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും പേര് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ സുധീഷാണെങ്കിൽ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതെ, നിങ്ങളെല്ലാവരും അങ്ങോട്ട് മാറിയെന്നോ, ഞാൻ വിളിക്കുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് സുധീഷ് പറയുക. അങ്ങനെ ജ്യോത്സ്യന്മാരെല്ലാവരും കൂടി അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. വന്നോ, ഒരു ജ്യോത്സ്യം വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ജ്യോത്സ്യനെ അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോഴേക്കും ജാതകം ചെറുക്കൻ്റെ ജാതകം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് ആ ജാതകം കൊടുക്കുകയാണ്. ഈ ജാതകം കണ്ടിട്ട് ഈ ജ്യോത്സ്യം പറയണ, എൻ്റെ ദൈവമേ, ഇത്രയും നല്ല ജാതകമോ, ഇതിനു മുമ്പ് ഇത്രയും നല്ലൊരു ജാതകം ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ജാതകക്കാരന് വേറെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. ചെറിയ പ്രശ്നമോ? അതെന്ത് പ്രശ്നമാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും പേടിക്കാനൊന്നുമില്ല, പിന്നെ മനസ്സിന് ഭയങ്കര സങ്കടം വരും, വീട് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് കേട്ട അച്ഛനാണെങ്കിൽ മനസ്സിലായി എന്ന് അച്ഛനും പറയാണ്. പിന്നെ വീട് വിട്ടു പോകുന്നതൊക്കെ സൂക്ഷിക്കണം, മനസ്സിലായല്ലോ. മനക്ലേശങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞ് സമാധാനപ്പെടുത്തണം, മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതല്ല അറിയാൻ ജ്യോത്സ്യ, ഈ കല്യാണത്തിൻ്റെ കാര്യമൊന്ന് പറയാമോ? ഈ ജാതകക്കാരൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, കഴിഞ്ഞിട്ടില്ലല്ലോ.
പക്ഷെ ജാതകത്തിൽ പറയുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ജനിക്കേണ്ട സമയമാണെന്നാണല്ലോ. ഇത് കേട്ടാ സുഭാഷ് ഞെട്ടിപ്പോവാണ്. പെൺകുട്ടിയോ എന്ന് ബാക്കിയുള്ള ചോദിച്ചു. ഈ ജാതകക്കാരൻ്റെ കല്യാണം നേരത്തെ കഴിയേണ്ടതാ, ഒരു പെൺകുട്ടി ജനിക്കേണ്ട സമയമായി. കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ കല്യാണം നടത്താനായിട്ട് നോക്കണം. ഈ ജാതകക്കാരന് എല്ലാ ജാതകമായിട്ടും ചേരും. ജാതകക്കാരന് ഒരു പ്രശ്നവുമില്ല, നല്ല ഇതിൽ തന്നെ മുന്നോട്ട് പോകും. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് പുകഴ്ത്തുകയാണ്. സുഭാഷിനിട്ട് ഇങ്ങനെ പുകഴ്ത്തുകയാണ്. പിന്നീട് അടുത്ത ജ്യോത്സ്യം വരികയാണ്. അപ്പോൾ അടുത്ത ജ്യോത്സ്യം വന്നു. അപ്പോൾ മറ്റേ ആദ്യം വന്ന ജ്യോത്സ്യം പറയുകയാണ് ഇതിനെല്ലാത്തിനും പരിഹാരമുണ്ട്, അത് കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കണമെന്ന്. അപ്പോൾ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മറ്റൊരു ജ്യോത്സ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും പറയാ ഈ ജാതകം നല്ല ഗംഭീര ജാതകമാണല്ലോ. ഇത്ര എല്ലാ ദിശകളും ഒത്തു വന്നൊരു പുരുഷൻ ജനിച്ചിരിക്കുന്നു. ഇതിൽ പരം ജാതകം വേറെ ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ഇതിൽ പരം ജാതകം വേറെ ആർക്കും കിട്ടാനില്ല, കിടിലൻ ജാതകമാണ് എന്ന് ഇങ്ങനെ ഈ ജ്യോത്സ്യനും പറയും. ഇതൊക്കെ കേട്ട് എല്ലാവരും മന്ദിച്ച് നിൽക്കുകയാണ്. പിന്നെ ഒരു ദോഷം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും സുഭാഷ് ചോദിക്കുകയാണ്, എന്താണ്, വല്ല സ്ത്രീകളുമായിട്ടുള്ള വല്ല ദോഷമാണോ? അതൊന്നുമല്ല, സർപ്പദോഷം. അതും സെറ്റ്. സർപ്പദോഷമാണോ? ഈ സർപ്പദോഷമൊക്കെ മാറണമെങ്കിലേ ഇപ്പം നമ്മുടെ അച്ഛനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോകണോ ആയിരിക്കും. കറക്റ്റ്, കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകളെല്ലാം കഴിക്കണം. ആ വഴിപാടുകളൊക്കെ ഏതൊക്കെയാണെന്ന് ഞാൻ കറക്റ്റായിട്ടൊക്കെ പറഞ്ഞു തരാം. എന്താ പോരെ എന്ന് പറയാ. ഈ ജാതകക്കാരൻ്റെ കല്യാണം അടിപൊളിയായിട്ട് ഉടനെ തന്നെ നടക്കുമെന്നും പറയുകയാണ്. പിന്നെ ഈ ജാതകക്കാരനെ നോക്കാനായിട്ട് പോകുന്നതേ ഒരു അമ്മയെ പോലെ ആവുന്നൊരു പെണ്ണ് തന്നെയാണ്. ഈ ജാതകക്കാരന് കുഞ്ഞിലെ തന്നെ അമ്മ നഷ്ടപ്പെട്ടു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ നഷ്ടപ്പെട്ടു എന്ന് പറയാണ് ജ്യോത്സ്യ. അത് പിന്നെ ജ്യോത്സ്യ, ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണ് ഉറപ്പായിട്ടും നിങ്ങളൊരു മകനെ പോലെ ആയിരിക്കും സംരക്ഷിക്കാനായിട്ട് പോകുന്നത്. ചെറുതിലേ കിട്ടാത്ത ആ അമ്മയുടെ സ്നേഹം ഒരു പെണ്ണ് കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടുമെന്നും പറയുകയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും പരിഹാരമായിട്ട് അപ്പോൾ നമ്മുടെ അച്ഛൻ പറയാണ് കുടുംബക്ഷേത്രം അല്ലേ? അത് തന്നെ കുടുംബക്ഷേത്രം. അങ്ങനെ ആ ജ്യോത്സ്യനും പോയി വേറെ ജ്യോത്സ്യനും വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ജാതകക്കാരന് നല്ല ലക്കുള്ള ജാതകമാണല്ലോ, എല്ലാം കൊണ്ടും ഒത്തു വന്നൊരു ജാതകം. ഇത്രയ്ക്കും നല്ലൊരു ജാതകം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല, ഞാൻ എഴുതിയിട്ടുമില്ല എന്നിങ്ങനെ പറയാം. പിന്നെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും. ആ കല്യാണമേ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നായിരിക്കും വരാനായിട്ട് പോകുന്നത്. ഇത് കണ്ട നമ്മുടെ സുഭാഷും സുധീഷും ബാക്കി എല്ലാവരും ആ ചാന്ദിനിയെക്കുറിച്ചാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിലും ഓക്കെ, അപ്പോൾ കല്യാണം നടക്കാൻ വേണ്ടിയേ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കോ. അപ്പോൾ അച്ഛനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിലായിരിക്കും പോവേണ്ടത്. കറക്റ്റ്, കുടുംബക്ഷേത്രത്തിൽ പോയി നിങ്ങൾ വഴിപാടുകളെല്ലാം കഴിക്കുക, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധ്യമാവും, നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി നിൽക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ കുടുംബത്തിന് സർവ്വൈശ്വര്യം ഉണ്ടാകും. നിങ്ങളുടെ ഈ മകന് വളരെയേറെ ലക്കുള്ള മകൻ തന്നെയാണ്. ഈ ജാതകപ്രകാരം കോടീശ്വരനാകും, നല്ല പണം സമ്പാദിക്കും എന്നും പറഞ്ഞുകൊണ്ട് സകലമാന കാര്യങ്ങളും പറയാം. അങ്ങനെയും പറഞ്ഞ ജ്യോത്സ്യന്മാരെല്ലാവരും ഓരോ സ്വരത്തിൽ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് സുഭാഷിന് വളരെയേറെ സന്തോഷം തോന്നി. അപ്പോൾ സുധീഷും ഈ ഹരീഷും ആണെങ്കിൽ ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം സെറ്റായി. അങ്ങനെ ഇവരെല്ലാവരും കൂടി പടിയിറങ്ങുകയാണ്. അപ്പോൾ പടിയിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് കുറച്ച് പണം കൊണ്ട് കൊടുക്കുകയാണ്. അതെ നിങ്ങളുടെ എല്ലാവരും കൂടി വീതിച്ചെടുക്കണേ. അതൊക്കെ ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ പൊയ്ക്കോ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഈ കാര്യം കാണുകയും ചെയ്യാണ്. അപ്പം അച്ഛൻ കണ്ടിട്ടെടാ നിന്നേടാ അവിടെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നാടകം കളിയായിരുന്നല്ലേ? അയ്യോ അച്ഛാ, ഒരു നാടകം കളിയല്ല അച്ഛാ. നിൻ്റെയൊക്കെ മുഖം കണ്ടപ്പോൾ മനസ്സിലായടാ ഇത് നാടൻ കളിയാണോ മറ്റു കളിയാണോ എന്നൊക്കെ മനസ്സിലായി. ഏതായാലും കൊള്ളാം, അവൻ്റെ മനസ്സേതായാലും മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചല്ലോ, വളരെ നല്ല കാര്യം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ സുഭാഷ് ചേട്ടൻ ഇപ്പം സന്തോഷമായില്ലേ? സുഭാഷ് ചേട്ടന് ഒരു പ്രശ്നമില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? സുഭാഷ് ആ മറ്റേ ജ്യോത്സ്യനെ ഭയങ്കര ഉടായിപ്പായിരുന്നു. കാരണം അയാൾ ആ കുടുംബത്തിൽ അല്ലേ ആ പെണ്ണിൻ്റെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത്. അവരുടെ കയ്യിൽ നിന്ന് എത്രയോ പൈസ എല്ലാം തട്ടിപ്പറിച്ച് മേടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? 50 കല്യാണാലോചന എങ്ങാനും വന്നിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ഈ ജ്യോത്സ്യനാണ് മുടക്കി കളഞ്ഞത്. ആണോടാ, സത്യമാണ് പറഞ്ഞത്? അതേന്നേ, ആ കുടുംബത്തിൽ നിന്ന് പൈസ പിടിച്ച് വാങ്ങിവേ അയാൾ കോടീശ്വരനായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നൊക്കെ പറയുക. ഇതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് സുഭാഷ് ചേട്ടാ വന്നത്. അപ്പോൾ ആ ജ്യോത്സ്യം പറയുന്നത് കേട്ടിട്ടല്ലേ സുഭാഷ് ചേട്ടാ നിങ്ങൾ ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറയാണ്. എടാ
ഇനി ഞാൻ എങ്ങോട്ട് ഇറങ്ങി പോകില്ലടാ. എന്താ സമാധാനമായില്ലേ? ഓ സമാധാനം, സന്തോഷമായി. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ റൂമെല്ലാം അടിച്ച് വാരിക്കൊണ്ടിരിക്കുക. സമയത്ത് നികേഷ് ഇങ്ങനെ കാലും കയറ്റി ചേട്ടാ കാല് മാറ്റാ ഞാൻ അടിച്ച് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിധിയും. അപ്പോൾ അതേ സുഭാഷ് ഇതൊക്കെ എടുത്തിട്ട് അതെ ഞാൻ പുറത്തേക്ക് പോകണം. അപ്പോൾ സുധീഷ് പറയാണ് എന്നാലും സുഭാഷ് ഏട്ടൻ്റെ മുഖത്ത് നിന്ന് നല്ല തെളിച്ചമുണ്ട് കേട്ടോ. ഓ അതെ തെളിച്ചമുണ്ട്, ശരിയാ. പക്ഷേ ആ ജ്യോത്സ്യം പറയുന്നത് കേട്ടിട്ടല്ല, ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം വരൂലല്ലോ എന്നറിഞ്ഞതിൻ്റെ സന്തോഷമാണ് എനിക്ക്. അല്ലാതെ ആ ജ്യോത്സ്യം എന്നെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞതിൻ്റെ സന്തോഷമൊന്നും അല്ല, കേട്ടല്ലോ. ആ മനസ്സിലായി സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടൻ ഇവിടെ നിന്ന് പോകില്ലല്ലോ, അതെന്നെ വളരെയേറെ ആശ്വാസമാണ്. ആ ശരി, എങ്കിൽ പിന്നെ ഞാൻ പോയി കടയിൽ പോയിട്ട് വരട്ടെ. സുഭാഷ് ഏട്ടൻ ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന പിന്നെ എനിക്ക് പുറത്തേക്കൊന്ന് പോകണ്ടേ, എനിക്കൊരു സാധനങ്ങൾ മേടിക്കാനുണ്ട്. വേണ്ട സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനെ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോയതിലേ എല്ലാവർക്കും വല്ലാത്തൊരു നീരസമൊക്കെയാണ്. അവിടെ ചെന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടനോട് ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് വരികയും ചെയ്യും. അതുകൊണ്ട് അത് സുഭാഷ് ഏട്ടനൊരു നാണക്കേടാവും. എടാ നാട്ടുകാരെന്തെങ്കിലും പറയണമെങ്കിൽ അത് പറയട്ടേടാ, എനിക്കെന്താണിപ്പോൾ? അതൊന്നും പറയുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനത് കേൾക്കാനും പോകുന്നുമില്ല. എനിക്ക് പോകണമെന്നൊന്ന് കുറച്ച് ദിവസം മാറി നിൽക്കണമെന്ന് തോന്നി, ഞാൻ മാറി നിന്നു. തിരിച്ചു വരണമെന്ന് തോന്നി, ഞാൻ തിരിച്ചു വന്നു. അതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. അല്ലാതെ നാട്ടുകാരെ കാണിച്ച് എനിക്ക് ജീവിക്കാനായിട്ട് കഴിയോ? ഒരിക്കലും ഇല്ല എന്നിങ്ങനെ പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.